പിന്നെ നമ്മൾ പൊതുവേ ഈ കോച്ചുമാരെ പറ്റിയൊക്കെ പറയുമ്പം അവർ ഈ ഒരു ഡയറക്റ്റ് പൊളിറ്റിക്സ് എന്നൊക്കെ ഇങ്ങനെ മാറി നിൽക്കും. കാരണം ഗാർഡിയോളയുടെ ഒരു പൊതുവെയുള്ള ഒരു തിങ്കിങ് സ്ട്രീമിൻ്റെ ഭാഗമാണ് ഇതൊക്കെ എന്ന് നമുക്ക് തോന്നും. ഇപ്പോൾ കാറ്റലോണിയൻ പൊളിറ്റിക്സ് ആയാലും, ഇപ്പോൾ ഗാസ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഗാസയെക്കുറിച്ച് പറയുന്ന സമയത്തായാലും, അല്ലെങ്കിൽ മുസ്ലിം പ്ലെയേഴ്സ് ഫാസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ആയാലും ഒക്കെ ഒരു വളരെ പ്ലൂറലായിട്ടുള്ള വളരെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു മനുഷ്യനെ അതിൽ കാണാൻ പറ്റും. മാത്രമല്ല അദ്ദേഹം ഓപ്പണുമാണ്. ഈ ഈ ഒരു പൊളിറ്റിക്സ് അത് ഗാർഡിയോളയുടെ ഒരു ഇതിന്റെ ഭാഗം തന്നെയാണോ? കൾച്ചറിന്റെയും അദ്ദേഹത്തിന്റെ ഒരു ആന്തരികമായിട്ടുള്ള ഒരു അപ്രോച്ചിൽ? അല്ല, അത് എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ആൾക്കാരെന്ന് പറഞ്ഞാൽ കളിക്കാർ മാത്രമല്ല, ഫാൻ ബേസ് ആയിട്ട് ഏറ്റവും കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള മാനേജേഴ്സ് ഫുട്ബോൾ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അത് ഈ സോഷ്യൽ കോൺഷ്യൻസ് കാരണമാണ്. ഇപ്പൊ എന്തുകൊണ്ട് ലിവർപൂൾ എന്ന നഗരത്തില് ബിൽ ഷാങ്ക്ലി ഇപ്പോഴൊരു ദൈവം പോലെയാണ്, ആ സോഷ്യലിസ്റ്റ് ആ ഒരു കണക്ഷൻ കാരണം. ഷാങ്ക്ലി എല്ലാ പബ്ലിക് ഇതിലും പറയാ ഈ സോഷ്യലിസ്റ്റ് ആശയങ്ങളെ പറ്റിയിട്ടാണ്. നമ്മൾ പരസ്പരം എല്ലാവർക്കും വേണ്ടി നല്ലത് ചെയ്യണം. ഒരു എന്താ പറയുക, ഒരു ഗ്രൂപ്പ് സക്സസ് ആണ് നമ്മൾ തേടേണ്ടത്, അല്ലാതെ ഒരു മനുഷ്യന്റെ ഒരു ഇൻഡിവിജ്വലിന്റെ ഇതല്ല. അപ്പൊ ആ സോഷ്യലിസ്റ്റ് ആശയങ്ങളായിരുന്നു. അതേപോലെ തന്നെ ഇപ്പൊ അലക്സ് ഫെർഗുസനെ പറ്റിയും പിന്നീട് ബിസിനസ് ബാക്ക്ഗ്രൗണ്ടുള്ള ആൾക്കാരായിട്ടുള്ള ബന്ധങ്ങളെ പറ്റി കഥകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഫെർഗുസന്റെയും ബാക്ക്ഗ്രൗണ്ട് ഗ്ലാസ്ഗോയിലത്തെ വർക്കിംഗ് ക്ലാസ് ഒരു സോഷ്യലിസ്റ്റ് ബാക്ക്ഗ്രൗണ്ടാണ്. അതേപോലെ ഇപ്പോ ബിയൽസിയുടെ ഒക്കെ വളരെ ഒരു ഇന്റലക്ച്വൽ ഒരു എന്താ പറയാ, ലെഫ്റ്റ് വിങ് ഒരു ചിന്താഗതിയാണ്. അത് അദ്ദേഹം അതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. ആ ഒരു കളക്റ്റീവ് ഇത് റെഫറൻസ് ചെയ്തിട്ട്, അല്ലാതെ ഒരു മനുഷ്യനായിട്ട് അല്ലെങ്കിൽ ഒരു കളിക്കാരനായിട്ട് കളി ജയിക്കാൻ പറ്റില്ല, എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ഇത്. അപ്പൊ അതുപോലെ തന്നെ ഗാർഡിയോളയ്ക്ക് ബാഴ്സലോണയിലായാലും സിറ്റിയിലായാലും കുറെ ഫാൻ ബേസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയത് ഇത് കാരണം. ആ ഒരു സോഷ്യൽ കോൺഷ്യൻസ് ഉണ്ട്. അല്ലാതെ എനിക്ക് ഒരു ആഴ്ച ഇത്ര $1 million കിട്ടണം, ഞാൻ പിന്നെ വീട്ടിൽ പോയിരിക്കണം, അല്ലെങ്കിൽ ഞാൻ ബീച്ചിൽ പോയിരിക്കണം, ആ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നില്ല അവർക്ക്.